നമുക്ക് അത്യാവശ്യം വള്ളംകളിയെക്കുറിച്ച് അറിയാം, ഇവിടെ വള്ളങ്ങളെക്കുറിച്ച് അറിയാം, ഇവിടെ ടീമുകളെ കുറിച്ച് അറിയാം. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ആവേശത്തോടെ, ഈ കരയുടെ ഒരു ആവേശത്തോടെ ആദ്യഘട്ടത്തിൽ എത്തിക്കും. അത് കഴിഞ്ഞാൽ കാവാലൻ ഷാജിയുടെ നേതൃത്വത്തിലുള്ള കമന്റേറ്റർമാരാണ്, അവരാണ് പിന്നീട് കൃത്യമായി ഈ വള്ളങ്ങളുടെ ഓരോ നില എന്താണ് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുക. ഇതിപ്പോൾ നമ്മളുടെ ടീം പൂർണ്ണമായിട്ടില്ല, ബാക്കി എല്ലാവരും ഇപ്പോൾ കരക്കാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്, വള്ളം ഇറക്കുന്നിടത്തേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും ഇവിടുത്തെ തൽക്കാലം പ്രധാനപ്പെട്ട വള്ളംകളി വിദഗ്ധരായി രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്. ഒന്ന് സുജിത് ചന്ദ്രനും ഒന്ന് ദേവനുമാണ്. നമുക്ക് അവരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ലക്ഷ്മി വന്നിരിക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറയുമ്പോൾ എന്തോ കോൺഗ്രസിന്റെ പരിപാടിയാണെന്ന് കരുതിയിട്ട് പുറപ്പെട്ടതാണോ എന്നുള്ള സംശയമുണ്ട്. എന്തായാലും ഈ ആവേശം അങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും നമ്മൾ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും ദേവൻ ഇവിടെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നതാണ്, കഴിഞ്ഞ വള്ളംകളിയിൽ ആവേശത്തോടെ നിന്നതുമാണ്. ഇത്തവണത്തെ വള്ളംകളിയെ കുറിച്ച് എന്താ തോന്നുന്നത്? ഇത്തവണയും ഈ പറയുന്ന കണക്ക് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ആവേശത്തിന് ഒട്ടൊരു കുറവുണ്ടായിരിക്കില്ല. മാത്രമല്ല ഈ മത്സരരംഗത്തുള്ള വള്ളങ്ങളുടെ കാര്യങ്ങൾ, അത് പ്രത്യേകിച്ചും 6ാം തവണ നെഹ്റു ട്രോഫി കിരീടം, ഡബിൾ ഹാട്രിക് കിരീടം നേടി ഇറങ്ങുന്ന പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ കപ്പ് നഷ്ടപ്പെട്ട വിയവരം ചുണ്ടൻ ആയിക്കോട്ടെ, വില്ലേജ് ടൗൺ ബോട്ട് ക്ലബ്ബ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും തന്നെ വലിയ ആവേശത്തിലാണ്. അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പ്രാക്ടീസ് മത്സരങ്ങളിലാണെങ്കിലും ട്രയലിലാണെങ്കിൽ പോലും ഈ സമയം താണ്ടുന്ന ഏകദേശം 4 മിനിറ്റ് 4:10 സെക്കൻഡിലാണ്. അതായത് ഏകദേശം 1 കിലോമീറ്റർ അധികം വരുന്ന 1.5 കിലോമീറ്റർ അധികം വരുന്ന ഈ നീളം താണ്ടുന്നത് ഏകദേശം 4 മിനിറ്റ് താഴെ മാത്രമാണ്. അപ്പോൾ അത്രയും ഏകദേശം 8ഓളം ചുണ്ടൻ വള്ളങ്ങൾ മാത്രം ഈ സമയത്ത് ഇവിടെ ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു മത്സരമായിരിക്കും ഇതിനെ പ്രത്യേകിച്ചും ആ ഒരു അവസാന നിമിഷങ്ങളിലൊക്കെ ഫൈനലിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ തവണ കണ്ട പോലെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയില്ല ഏത് ചുണ്ടനായിരിക്കും ആദ്യം കയറുക എന്നുള്ളത്. ഒരു 5 മില്ലി സെക്കൻഡ് വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ വീരം ചുണ്ട് കപ്പ് നഷ്ടമായത്. ഇപ്പോഴും കേസ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ പക്ഷേ ഇത്തവണ ഈ കേസിനും വക്കാലത്തിനൊന്നും പോകാൻ തയ്യാറല്ല, നേരിട്ട് അടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് അവരിറങ്ങുന്നത്. അതേപോലെ തന്നെ പള്ളാത്തുരുത്തിയും ഡബിൾ ഹാട്രിക് അടിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ ഭാഗമാകുന്നുള്ള ലക്ഷ്യത്തിലാണ് പള്ളാത്തുരുത്തി. യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ കണ്ട പോലായിരുന്നു അല്ലേ, കോടതി കയറി ഇറങ്ങുന്നതാണ്. ഇപ്പോഴും അല്ല, കേസ് തീർന്നിട്ടില്ല, കേസ് ഇപ്പോഴും തുടരുകയാണ്. കേസ് തുടരുകയാണെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ തവണത്തെ കപ്പ് ഞങ്ങൾ മേടിച്ചിരിക്കുമെന്ന്, കഴിഞ്ഞ തവണത്തെ കപ്പ് ഞങ്ങൾ മേടിച്ചിരിക്കും എന്നുള്ള വാശിയാണ്. അപ്പൊ അതാണ് ഇവിടുത്തെ വള്ളംകളിയുടെ വാശി എന്ന് ഓർക്കണം. ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. മാത്രമല്ല ഇത്തവണ അങ്ങനെ മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസത്തിലുള്ള ഒരു വിജയം വേണ്ട, അതിനപ്പുറത്ത് വള്ളപ്പാടുകളുടെ വിജയമായിരിക്കും ഉണ്ടാവുക എന്നാണ് പള്ളാത്തുരുത്തി ഇത്തവണ പറഞ്ഞിരിക്കുന്നത്. ആ നിലയ്ക്കുള്ള 40 ദിവസത്തെ പരിശീലനം കണ്ട് പള്ളാത്തുരുത്തി ഇതുവരെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വലിയ ആവേശത്തോടെയുള്ള ഒരു വരവാണ്. തൊഴിൽക്കാരൊക്കെ പുറത്തുനിന്ന് വരുമോ? പിന്നെ 25% കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ കോൺഗ്രസിന്റെ പരിപാടിയാണെന്ന് കരുതി വന്നത്. 25% തുഴച്ചിൽക്കാര് വള്ളങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ തന്നെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, വെറുതെ അല്ല, അവരെയൊക്കെ നമ്മൾ കാണിക്കും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ളവർ ഇത്തവണ വള്ളം തുഴയാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കഴിഞ്ഞ തവണത്തെ ആവേശം പ്രേക്ഷകരിലേക്ക് എത്തിച്ചവരിൽ ഒരാളായിരുന്നു സ്വാതിയുടെ വീട് ഇവിടെ അടുത്താണ്. സ്വാതിയുടെ വീട് ഇവിടെ അടുത്താണ്. ആദ്യമായിട്ട് കഴിഞ്ഞ തവണയാണ് വള്ളംകളി കണ്ടതെന്നുള്ള ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്തായാലും ഒരു വർഷത്തെ സീനിയോറിറ്റി എനിക്കുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം കണ്ടതുകൊണ്ട് എന്തായാലും ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ PBC കപ്പടിക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ PBCയുടെ ഫാനാണ്. അപ്പം അത് മാത്രമല്ല, ഈ ഒരു ആവേശത്തിനൊപ്പം ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടി കഴിഞ്ഞ തവണ വന്നപ്പോൾ തന്നെ ശരിക്കും ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി മാറിയിരിക്കണം. അതുകൊണ്ടാണ് വീണ്ടും വന്നത്. ഈ ഒരു ആവേശത്തിനൊപ്പം ഇന്ന് ആളുകൾക്കിടയിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ഒരു ആവേശം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആ ഒരു വൈബിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് എന്നുള്ളതാണ്. അതെ അതെ അതെ, സ്വാതിയുടെ മാത്രം ടീമാണ് കേട്ടോ. ന്യൂസ് മലയാളത്തിൽ അങ്ങനെ ഒരു പക്ഷപാതമില്ല. അല്ല, ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള KTBCയുടെ ഭാഗത്തേക്ക് ഒരു ചെറിയ തെന്നലുണ്ട്. KTBCയുടെ അത് ഇത്തവണ എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയണം.